ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിനു മുമ്പിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജാക്ക്പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ പടം ഒരു കിടുപ്പടമാണ്. ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും ഇതുവരെ കാണാത്ത ഒരു അടാറ് പടമാണിത്. പലതരം ഫാൻറ്റസികളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന ഒരു പൊളി ഇംഗ്ലീഷ് പടം. 1990 റിലീസായ ദ ഇൻവിസിബിൾ മാനിയാക്കാണ് ആദ്യത്തെ പടം. നോയൽ പീറ്റേഴ്സ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിൽ പല പെണ്ണുങ്ങളുടെ നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ നോയൽ പീറ്റേഴ്സ് അവതരിപ്പിക്കുന്നത് കെൽവിൻ ഡോൺവിങ്കിൾ എന്നൊരു കഥാപാത്രത്തിനെയാണ്. ചെറുപ്പത്തിലേ തൊട്ട് ഡോൺവിങ്കിളിൻ്റെ അമ്മയ്ക്ക് അവൻ ഒരു ശാസ്ത്രജ്ഞൻ ആകുവാനാണ് ആഗ്രഹം. എന്നാൽ ഡോൺവിങ്കിളിനാകട്ടെ സ്ത്രീകൾ തുണി മാറുന്നിടത്തേക്ക് ഒളിഞ്ഞു നോക്കുവാനാണ് ഇഷ്ടം. ഒരു ദിവസം അവൻ്റെ ഈ ചേഷ്ട അവൻ്റെ അമ്മ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൂരത്തെറി അവന് ലഭിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് യുവാവായ ഡോൺവിങ്കിളിനെയാണ്. അവൻ്റെ പുതിയ കണ്ടുപിടുത്തം സയൻറ്റിഫിക് സൊസൈറ്റിയെ പരിചയപ്പെടുത്തുവാൻ പോകുന്നതാണ് അടുത്ത രംഗം. ഡോൺവിങ്കിൾ പുതിയതായി ഒരു സിറം കണ്ടുപിടിച്ചിരിക്കുന്നു. ആ സിറം മനുഷ്യ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഡോൺവിങ്കിൾ തൻ്റെ ആ പുതിയ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് സൊസൈറ്റിയിലെ ഓരോ അംഗവും ഡോൺവിങ്കിളിനെ കളിയാക്കുന്നു. കുഞ്ഞിലെ തൊട്ട് മാതാവിൻ്റെ പക്ഷത്തു നിന്നുള്ള പീഡനവും ഈ അപമാനവും ഡോൺവിങ്കിളിൻ്റെ മനോനില തെറ്റിക്കുന്നു. ഡോൺവിങ്കിൾ അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് സൊസൈറ്റിയിലെ ഓരോ അംഗത്തിനെയും കൊല്ലുന്നു. ഡോൺവിങ്കിൾ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോകുന്നു. ഈ സിനിമ 2000 ഇറങ്ങിയ ഹോളോമാൻ്റെ പൂർവികനായിട്ട് വരും. ഹോളോമാനും നല്ലൊരു കളിപ്പടമായിരുന്നു. ജയിലിൽ നിന്ന് ചാടുന്ന ഡോൺവിങ്കിൾ പേര് മാറി ഹൈസ്കൂൾ ഫിസിക്സ് ടീച്ചറായി ചെല്ലുന്നു. അടിപൊളി അടാറ് ഐറ്റംസ് ഉള്ള ഹൈസ്കൂളായിരുന്നു അത്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള എല്ലാ അടാറ് സാധനങ്ങളുടെയും പൂർണ്ണ നഗ്ന പ്രദർശനം ഉണ്ടെന്നാണ്. ഹൈസ്കൂളിൽ ഇത്തരം അടാറ് സാധനങ്ങളെ കണ്ടപ്പോൾ ഡോൺവിങ്കിളിൻ്റെ ഉള്ളിലെ കാമദേവൻ ഉണർന്നു. അവൻ പ്രാക്ടീസ് കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്ന ഗേൾസ് ലോക്കർ റൂമിലോട്ട് എത്തി നോക്കുന്നു. എന്നാലും അവൻ്റെ കാമവേശം അടങ്ങിയിരുന്നില്ല. അവസാനം അവൻ അവൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുന്നു. ഡോൺവിങ്കിളിന് അപ്രത്യക്ഷമാകുവാനുള്ള കഴിവ് ലഭിക്കുന്നു. ഡോൺവിങ്കിൾ അങ്ങനെ അപ്രത്യക്ഷനായി ഹൈസ്കൂളിൽ എത്തി പല പരിപാടികളും നടത്തുന്നു. ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ പോലും അവൻ വെറുതെ വിടുന്നില്ല. ആ കളി അവസാനം TV ന്യൂസ് റിപ്പോർട്ടറിലേക്ക് വരെ നീളുന്നു. നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒരു പടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആരും ഈ പടം മിസ് ചെയ്യരുത്. പലരുടെയും നഗ്നതാ പ്രദർശനം കൊണ്ട് ഈ പടം പ്രേക്ഷകരെ ആവേശഭരിതരാക്കും എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ പടം 1982 റിലീസായ ഫീമെയിൽ ടീച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇതൊരു ജാപ്പനീസ് പടമാണ്. റൂഷ്യ സാൻഡോ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയായ ഒരു ടീച്ചറായിരുന്നു റൈക്കോ. ക്ലാസ്സിലുള്ള പല വിദ്യാർത്ഥികളും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാത്രിയിൽ കൈപ്പണി ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടെന്നീസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ പോയി കുളിക്കുവാൻ നേരത്ത് അവളെ ആരോ പീഡിപ്പിക്കുന്നു. മാസ്ക് വെച്ചിരുന്നതിനാൽ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആദ്യമൊക്കെ എതിർപ്പ് അവൾ പ്രകടിപ്പിച്ചു വരുന്നെങ്കിലും പിന്നീട് അവൾ ആ സുഖത്തിലൂടെ രമിച്ചു. തന്നെ പീഡിപ്പിച്ചത് ആരാണെന്ന് തിരിച്ചറിയുവാൻ അവൾക്ക് ലഭിച്ച ഒരേയൊരു ക്ലൂ ജിക്സോ പസിലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. ആ പസിലും വെച്ചുകൊണ്ട് അവൾ പല കടകളും കയറി ഇറങ്ങി. പക്ഷേ ആ തുമ്പ് വെച്ച് മാത്രം അവൾക്ക് ഒന്നും ലഭിക്കുകയില്ലെന്ന് കടക്കാരൻ പറയുന്നു. അതീവ സുന്ദരിയും മേനിയഴകുമുള്ള റൈക്കോനെ അവിടെയുള്ള വിദ്യാർത്ഥികളും പല ഫാക്കൽറ്റികളും നോട്ടമിട്ടിരുന്നു. അതിനാൽ അത് ആരാണ് ചെയ്തതെന്ന് റൈക്കോന് മനസ്സിലായില്ല. അതിനിടയിൽ റൈക്കോന് ഒരു കോൾ വരുന്നു.
തന്നെ കുളിമുറിയിലിട്ട് പീഡിപ്പിച്ച വിദ്വാനായിരുന്നു അവളെ വിളിച്ചത്. അന്നത്തെ കളി പൊളിയായിരുന്നുവെന്നും തനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ പൊളിക്കുമെന്നും അവൻ പറയുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ക്ലാസ്സിൽ ഒരു വികൃതി പയ്യനായ തകാഷിയാണോ എന്ന് അവൾ സംശയിക്കുന്നു. അവളുടെ സംശയം മാറുവാനായി അവൾ തകാഷിയുടെ കൂട്ടുകാരിയായ കുമിയുടെ സഹായം തേടുന്നു. കുമി അവളെ സഹായിക്കാമെന്നും അതിനുള്ള ഒരു സാഹചര്യം അവൾ ഒപ്പിച്ചു തരാമെന്നും പറയുന്നു. പതിവ് പോലെ റൈക്കോ ടെന്നീസ് കളി കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ കുളിക്കുവാൻ പോകുന്നു. ഇത്തവണ അവൾ ഡോറെല്ലാം നന്നായിട്ട് പൂട്ടിയിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നതായി തോന്നി. അവൾ ചോദിച്ചു ആരാണെന്ന്. പുറത്തുനിന്ന് കുമി ആണെന്ന് മറുപടി പറയുന്നു. ഗേൾസ് റോക്കർ റൂമിൽ ഭയങ്കര തിരക്കാണെന്നും അതിനാൽ തനിക്കവിടെ കുളിക്കാൻ അനുവദിക്കണമെന്നും അവൾ പറയുന്നു. റൈക്കോ അതിന് സമ്മതിക്കുന്നു. കുളിക്കുന്നതിനിടെ റൈക്കോയുടെ ആകാരഭംഗി കണ്ട് കുമി ആസ്വദിക്കുന്നു. കൺട്രോൾ പോകുന്ന കുമി റൈക്കോയുടെ ശരീരഭാഗങ്ങൾ പിടിച്ച് ആസ്വദിക്കുവാൻ തുടങ്ങി. തുടക്കത്തിൽ മതിമറന്നു പോയ റൈക്കോ പിന്നീട് സ്ഥിരകാല ബോധം വീണ്ടെടുത്ത് അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം കുമി എന്ന ആ കാന്താരി റൈക്കോനെ ഒരു വീട്ടിലേക്ക് വിളിക്കുന്നു. തക്കേഷി അവിടെ ഉണ്ടെന്നും റൈക്കോയുടെ സംശയമെല്ലാം അവിടെ വെച്ച് തീർക്കാമെന്നും അവൾ പറയുന്നു. ഒന്നും അറിയാത്ത റൈക്കോ അതിന് സമ്മതിക്കുകയും അവിടെ പോവുകയും ചെയ്യുന്നു. അവിടെ റൈക്കോന് നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനമായിരുന്നു. തകാഷിയുടെ കൂട്ടുകാരും കുമിയും ചേർന്ന് റൈക്കോവിനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു കളി തന്നെ നടത്തി ആളെ തപ്പിപ്പോകുന്ന റൈക്കോവിന് കിട്ടുന്ന കളികളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതൊന്നും കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. റൈക്കോയ്ക്ക് പിന്നീടും ചില കളികൾ കിട്ടുന്നു. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനുള്ള വകുപ്പ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. അടുത്തത് നമ്മൾ മൂന്നാമത്തെ പടത്തിലോട്ടാണ് പോകുന്നത്. 1987 പുറത്തിറങ്ങിയ 11 Days 11 Nights എന്നൊരു പടമാണിത്. ലൂസിയാന ഒട്ടാവാണി കേന്ദ്രകഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. സാറ എന്നൊരു കഥാപാത്രത്തിനെയാണ് നടി അവതരിപ്പിക്കുന്നത്. കമ്പിക്കഥ എഴുത്തുകാരി ആണവൾ. കമ്പിക്കഥ എഴുതുവാൻ വേണ്ടി ഒരു കല്യാണ പയ്യനെ വളച്ച് പരിപാടി നടത്തുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സാറയുടെ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ലൊരു അടിപൊളി ചരക്കാണ് സാറ. അവളുടെ മാന്ത്രിക വലയത്തിൽ മൈക്കിൾ എന്നൊരു പയ്യൻ വീഴുന്നു. ഒരു ഫെറിയിൽ വെച്ചാണ് മൈക്കിൾ സാറയെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ സാറ മൈക്കിളിന് കളി കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ടായി പിരിയുന്നു. മൈക്കിൾ സാറയോട് ഇനി എപ്പോൾ കാണുമെന്ന് ചോദിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സാറ പോകുന്നു. കിട്ടിയ കളിയിൽ വലിയ എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു മൈക്കിൾ. തനിക്ക് കിട്ടിയ കളിയുടെ കാര്യം മൈക്കിൾ കൂട്ടുകാരനോട് പറയുന്നു. കൂട്ടുകാരൻ മൈക്കിളിനെ ഒരു ബാറിൽ കൊണ്ടുപോയി ചെലവ് ചെയ്യിക്കുന്നു. ബില്ല് കൊടുക്കേണ്ട സമയമായപ്പോൾ മൈക്കിൾ തൻ്റെ വാലറ്റ് തപ്പുന്നു. പക്ഷെ അത് കാണുന്നില്ലായിരുന്നു. ആ പെണ്ണ് ഒരു കള്ളിയായിരിക്കുമെന്നും അവൾ തന്നെയായിരിക്കും മൈക്കിളിൻ്റെ വാലറ്റ് എടുത്തതെന്നും കൂട്ടുകാരൻ പറയുന്നു. എന്നാൽ മൈക്കിൾ അത് വിശ്വസിച്ചിരുന്നില്ല. അതിനിടയിൽ സാറ താൻ എഴുതിയ മൈക്കിളുമായുള്ള കമ്പിക്കഥ പബ്ലിഷറിൻ്റെ അടുക്കൽ കൊടുക്കുന്നു. പബ്ലിഷർ ഇത് ഇത്രയും പോരെന്നും ഇനിയും വേണമെന്നും പറയുന്നു. സാറ മൈക്കിളിനെ വീണ്ടും കണ്ടുമുട്ടുവാൻ വേണ്ടി താൻ മൈക്കിളിൻ്റെ പക്കലിൽ നിന്നും എടുത്ത വാലറ്റ് നോക്കുന്നു. അതിൽ നിന്നും മൈക്കിളിനെ സാറ ബന്ധപ്പെടുന്നു. മൈക്കിളിൻ്റെ വാലറ്റ് ഫെറിയിൽ നഷ്ടപ്പെട്ടു പോയതാണെന്നും തനിക്കത് ലഭിച്ചുവെന്നും സാറ പറയുന്നു. തനിക്ക് വീണ്ടും കളി കിട്ടുവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ട മൈക്കിൾ ഡബിൾ ഹാപ്പിയാവുന്നു. അങ്ങനെ സാറയും മൈക്കിളും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. താൻ 11 ദിവസത്തിനുള്ളിൽ വിവാഹിതനാകുമെന്നും അതിനാൽ തനിക്കൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്നും മൈക്കിൾ പറയുന്നു. തനിക്ക് ആ 11 രാത്രികൾ മാത്രം മതിയെന്ന് സാറ പറയുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു ഡീലിൽ ഒത്തുചേരുന്നു. പിന്നീടുള്ള 11 ദിവസവും അവർ അടിച്ച് ആർമാദിക്കുകയായിരുന്നു. സാറയാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഇതിനിടയിൽ മൈക്കിൾ കെട്ടാൻ പോകുന്ന പെണ്ണായ ഹെലൻ ഒരു അപരിചിതനുമായി പരിപാടികൾ നടത്തുന്നുണ്ട്. വശ്യസുന്ദരിയാണ് സാറ. അതുകൊണ്ട് തന്നെ തുണ്ടുപടം തപ്പി നടക്കുന്നവരുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം പോകുന്നുണ്ട്. സാറയുടെ വശ്യമനോഹാരിത സിനിമയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ശേഷം ഇത് കാണുന്ന നിങ്ങൾ ലൂസിയാന ഒട്ടവാണി എന്ന സാറയുടെ ആരാധകർ ആകുമെന്ന് തീർച്ച. നമ്മുടെ നാലാമത്തെ പടം ഒരു കിടുപടമാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പടം. 1975 പുറത്തിറങ്ങിയ ദ സ്റ്റോറി ഓഫ് ഓ ആണിത്.
ഫാൻറ്റസി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ പടം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളികളാണ് ഈ പടം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് കൊറിന്നി ക്ലേറിയാണ്. അടിപൊളി ചരക്ക് നടിയാണ് കൊറിന്നി ക്ലേറി. അവരുടെ പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെയുണ്ട് ഈ സിനിമയിൽ. അവരുടെ മാത്രമല്ല പലരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഓ എന്ന കഥാപാത്രത്തിനെയാണ് കൊറിന്നി ക്ലേറി അവതരിപ്പിക്കുന്നത്. അവളെ അവളുടെ കാമുകൻ ഒരു ബംഗ്ലാവിൽ കൊണ്ടുചെന്നാക്കുന്നു. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ പോകുന്നു. അവൾ അവളുടെ പലരെയും കണ്ടുമുട്ടുന്നു. പിന്നീട് അവൾ അവരുമായി പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഓയനെ പോലുള്ള പലതരം പെൺകുട്ടികളുണ്ടായിരുന്നു. അവൾ അവരുമായി ബന്ധപ്പെടുന്നു. പലതരം ലൈംഗിക വിക്രിയകൾ അടങ്ങിയ പടമാണിത്. കളികൾ ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റാണ്. വേറൊന്നും തന്നെയല്ല ഈ പടത്തിൽ. 1999 റിലീസായ ഐസ് വൈറ്റ് ഷർട്ടാണ് 5ാമത്തെ പടം. നിക്കോളി കിഡ്മാൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നിക്കോളി കിഡ്മാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ. സൗന്ദര്യം കൊണ്ടും ശരീര അഴകം കൊണ്ടും ഇന്നും നിക്കോളി കിഡ്മാൻ്റെ തട്ട് താണ് തന്നെയാണ് ഇരിക്കുന്നത്. ആലീസ് എന്നൊരു കഥാപാത്രത്തിനെയാണ് നിക്കോളി കിഡ്മാൻ അവതരിപ്പിക്കുന്നത്. വളരെ സുന്ദരിയാണ് ആലീസ്. അവളുടെ ഹസ്ബൻഡായ ഡോക്ടർ വില്യം ഹാർവേഡിന് അവളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ടോം ക്രൂസാണ് വില്യം ഹാർവേഡ് എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം നിക്കോളി കിഡ്മാനായ ആലീസ് തൻ്റെ ഭർത്താവായ വില്യം ഹാർവേഡിനോട് പറയുന്നു തനിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന്. അത് അവനെ വളരെ തളർത്തുന്നു. ഇതിനിടയിൽ ആലീസിൻ്റെ ശാരീരിക അഴക് സിനിമ മുഴുവനും കാണിക്കുന്നു. ഒതുങ്ങിയ ശരീരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വളരെയധികം സുന്ദരിയാണ് ആലീസ്. അങ്ങനെ വില്യം ഹാർവേഡ് തൻ്റെ സങ്കടം മാറ്റുവാൻ ഒരു വെടിശാലയിൽ പോകുന്നു. അവിടെ വെച്ച് അവൻ ഒരു പെണ്ണിനെ കാണുന്നു. അവൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ തൻ്റെ ഭാര്യയായ ആലീസ് ആണോ എന്ന് വില്യം ഹാർവേഡിന് സംശയം ജനിക്കുന്നു. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ടോം ക്രൂസിൻ്റെ പലതരം കളികൾ നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിക്കോളി കിഡ്മാനാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. നല്ല തുണ്ടുപടം തപ്പി നടക്കുന്നവർക്ക് തൻ്റെ പേഴ്സണൽ കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ പടമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് ബോണ്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.